ഹലോ ഹായ് മക്കളെ. അങ്ങനെ LCM-HSF ഭാഗത്തു നിന്നുള്ള അവസാനത്തെ പാർട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2021 മുതൽ 2024 വരെയുള്ള ചോദ്യങ്ങൾ പഠിച്ച് സെറ്റായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. 2025 ആകെ 15 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 15 ചോദ്യങ്ങളിൽ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ചോദ്യ പേപ്പറുകളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇതിന്ന് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് നേടാൻ PYQ സീരീസ് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. വലിച്ചു വാരി മുഴുവൻ പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പഠിക്കേണ്ടത് പഠിക്കുക. ഏതിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിന് കൃത്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ കൂടുതൽ സമയം എടുത്തുകൊണ്ട് തന്നെ പഠിക്കണം. കുറച്ച് മാർക്കിന് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ കുറച്ച് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചാലാണ് പെട്ടെന്ന് നമുക്ക് ലിസ്റ്റിലൊക്കെ കയറാൻ പറ്റുക. ഇല്ലെങ്കിൽ കടൽ പോലെ പഠിക്കാനുണ്ട് PSCക്ക്. അത് എല്ലാം പഠിച്ച് വലിച്ച് വാരി പഠിച്ച് നമ്മുടെ സമയം, നമ്മുടെ എനർജി, നമ്മുടെ ഹെൽത്ത് ഒന്നും കളയാൻ നിൽക്കണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആമുഖമായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം വലിച്ചു നീട്ടാതെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2025 ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ടൈപ്പ് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കുറപ്പാണ് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ സീരീസ് കാണുന്ന ഒരാൾ പോലും തെറ്റിക്കില്ല എന്നുള്ള കാര്യം. 5, 7, 14 അവരുടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഏറ്റവും ചെറുത് എന്നാ പറഞ്ഞിരിക്കുന്നത്. 5, 7, 14 ഇവരുടെ LCM കണ്ടുപിടിക്കാം. എന്തുകൊണ്ട് ചെറുതാക്കാം? നമുക്ക് ഇവരെ 7 കൊണ്ട് ചെറുതാക്കാം. 5നെ ചെറുതാക്കാൻ പറ്റില്ല. 7ൽ ഒരു തവണ, 14ൽ 2 തവണ. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? LCM ആയതുകൊണ്ട് L ഷേപ്പിൽ ഗുണിക്കണം. അപ്പൊ ഇവരുടെ LCM എന്ന് പറയുന്നത് 7 ഗുണം 5 ഗുണം 2. 5ഉം 2ഉം ഞാൻ ആദ്യം തന്നെ ചേർത്ത് വെച്ചു, 10 ആക്കി. 5 ഗുണം 2 10, 10 ഗുണം 7 70. രണ്ടാമത്തെ സംഖ്യ ഏതാ? അല്ല സോറി, ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ സംഖ്യ അത് 70 ആണ്. അങ്ങനെ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണുക. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിപ്പോയി അല്ലേ? ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ ലസാഗു. ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാ? ആദ്യത്തെ 5 എണ്ണം: 1, 3, 5, 7, 9. മിനിമം 2 എണ്ണത്തിനെങ്കിലും ചെറുതാക്കാൻ പറ്റുമോ? പറ്റും. 3നെയും 9നെയും നമുക്ക് ചെറുതാക്കാൻ കഴിയും. അപ്പൊ നമുക്ക് 3 കൊണ്ട് ചെറുതാക്കാം. 1നെ ചെറുതാക്കാൻ കഴിയില്ല, അതുപോലെ എഴുതി. 3ൽ ഒരു 3. 5നെ ചെറുതാക്കാൻ കഴിയില്ല, അതുപോലെ എഴുതി. 7നെ ചെറുതാക്കാൻ കഴിയില്ല, അതുപോലെ എഴുതി. 9ൽ 3 3കൾ. കഴിഞ്ഞു. ഇനി ആരെയും ചെറുതാക്കാൻ പറ്റില്ല. LCM ആയതുകൊണ്ട് L ഷേപ്പിൽ ഗുണിക്കണം. ഇവരുടെ LCM എന്ന് പറയുന്നത് 3 ഗുണം 5 ഗുണം 7 ഗുണം 3. നമുക്ക് ചെയ്യാം. 3 ഗുണം 3 9, 9 ഗുണം 7 63 ഗുണം 5, 63 ഗുണം 5. 5 കൊണ്ടൊരു സംഖ്യനെ ഗുണിക്കാനുള്ള എളുപ്പവഴി ഇതാ, പിടിച്ചോ. നമ്മൾ ചെയ്യുന്ന പരിപാടി, ഇവിടെ 5 കൊണ്ട് ഗുണിക്കുന്ന സംഖ്യ 63 ആണ്. 63 എഴുതി ഒരു 0 ഇട്ട് കൊടുത്തു. ഇപ്പൊ എന്തായത്? 63 എന്ന് പറയുന്ന ആള് 630 ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഈ 630ന്റെ പകുതി എടുക്കും. 600ന്റെ പകുതി 300 ആണ്. 30ന്റെ പകുതി 15. നമ്മുടെ ഉത്തരായി. ഉത്തരം എന്താണ്? 315. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള ട്രിക്കുകളൊക്കെ പോകെ പോകെ പറഞ്ഞു തരാം, ആവശ്യം വരുന്നതിനനുസരിച്ച്. ഇപ്പൊ 2 ചോദ്യങ്ങൾ സെറ്റായി. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെ: 3 വ്യത്യസ്ത റോഡ് ക്രോസിംഗിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം 30 സെക്കൻഡ്, 36 സെക്കൻഡ്, 48 സെക്കൻഡ്, സെക്കൻഡുകളിൽ മാറുന്നു. രാവിലെ 7 മണിക്ക് അത് ഒരേ സമയമാണ് മാറുന്നതെങ്കിൽ അവ വീണ്ടും ഒരുമിച്ച് മാറുന്നത് ഏത് സമയത്ത്? നമുക്കിതിൽ ചോദ്യത്തിന്റെ മീനിങ് ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരുമിച്ച് എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണടാ? തന്നിരിക്കുന്നതിന്റെ യൂണിറ്റുകൾ സെയിം ആണെങ്കിൽ നമ്മൾക്ക് അതേപോലെ LCM കാണാം. യൂണിറ്റുകൾ സെയിം അല്ലെങ്കിൽ ആ യൂണിറ്റുകളൊക്കെ ഒരുപോലെ ആക്കിയിട്ട് LCM കാണണം. ഇവിടെ എല്ലാറ്റിൻ്റെയും യൂണിറ്റ് ഒരുപോലെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇവരുടെ LCM ഡയറക്റ്റ് കാണാം. 30, 36, 48. ചെറുതാക്കാം. 2 കൊണ്ട് ചെറുതാക്കുന്നു. 15 എന്ന് വന്നു. 36ന്റെ പകുതി 18, 48ന്റെ പകുതി 24. ഞാൻ ഇവരെ 3 കൊണ്ട് ചെറുതാക്കുന്നു. ചെറുതാക്കിയാൽ 15ൽ 5 3കൾ
18-ൽ 6 മൂന്നുകൾ, 24-ൽ 8 മൂന്നുകൾ. ഞാനിവരെ 2 കൊണ്ട് ചെറുതാക്കുന്നു. ഞാനുള്ള കാരണം കാണില്ല അല്ലേ? ഓക്കെ, ഞാൻ എന്നെ ഒന്ന് മറയ്ക്കാം. ജീം ബൂം ഫാ. ഓക്കെ, അപ്പോൾ 5-ന് ചെറുതാക്കാൻ പറ്റില്ല. 5 എഴുതി. 6-ൽ 3 രണ്ടുകൾ, 8-ൽ 4 രണ്ടുകൾ. ഇനി ചെറുതാക്കാൻ കഴിയോ? ഇല്ല. LCM ആയതുകൊണ്ട് L ഷേപ്പിൽ ഇവരെ ഗുണിക്കണം. ഇവരുടെ LCM എന്ന് പറയുന്നത് 2 ഗുണം 3 ഗുണം 2 ഗുണം 5 ഗുണം 3 ഗുണം 4. ഓക്കെ, 5ഉം 2ഉം ഞാൻ ചേർത്ത് വെച്ചു. ആദ്യം തന്നെ 10 ആക്കി. ഇൻറ്റു ബാക്കിയുള്ളവരെ ഗുണിക്കണം. ബാക്കിയുള്ളവരെ ഗുണിക്കാം. 3 ഗുണം 3 9. 9 ഗുണം 4 36. 36 ഗുണം 2 36ന്റെ ഇരട്ടി 72. അപ്പോൾ 10 ഗുണം 72 എന്ന് പറഞ്ഞാൽ 720 എന്ന് കിട്ടി. ഇതെന്താണടാ? എല്ലാറ്റിൻ്റെ യൂണിറ്റ് സെക്കൻഡിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റും സെക്കൻഡ്സ്. അപ്പോൾ 720 സെക്കൻഡുകൾ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണെന്ന് കണ്ടുപിടിക്കണം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ എത്ര മിനിറ്റുകളാണ് 720 സെക്കൻഡുകൾ എന്ന് കണ്ടുപിടിക്കാൻ 720നെ 60 കൊണ്ട് ഹരിച്ചാൽ മതി. 0 0 ക്യാൻസലായി പോയി. 72-ൽ എത്ര ആറുകളുണ്ട് എന്ന് നോക്കുക. എത്ര ആറുണ്ട്? 72-ൽ 12 ആറുകൾ ചേരുമ്പോഴാണ് 72 ആകുന്നത്. 12 ആറുകൾ ചേരുമ്പോഴാണ് 72 ആകുന്നത്. അപ്പോൾ 720 സെക്കൻഡുകൾ എന്ന് പറഞ്ഞാൽ അത് 12 മിനിറ്റുകളാണ് എന്ന് കണ്ടുപിടിച്ചു. 720 സെക്കൻഡുകൾ എന്ന് പറഞ്ഞാൽ അത് 12 മിനിറ്റ് ആണ്. അപ്പോൾ ഇനി എന്ത് പറയാം? രാവിലെ 7 മണിക്കാണ് അവർ ഒരേ സമയം മാറിയത്. ഇനി വീണ്ടും എപ്പോൾ ഒരുമിച്ച് മാറും എന്ന് ചോദിച്ചാൽ 12 മിനിറ്റുകൾക്ക് ശേഷം എന്ന് പറയാം. ഓപ്ഷൻ ഡിയിൽ കിടക്കുന്നു. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പോൾ 6ാമത്തെ ചോദ്യം നമ്മൾ ചെയ്ത അതേ ചോദ്യം, അതേ ടൈപ്പ്. യഥാക്രമം 10, 15, 24 മിനിറ്റുകളുടെ ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. രാവിലെ 8 മണിക്ക് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങാൻ തുടങ്ങും. അവ വീണ്ടും ഒരുമിച്ച് മുഴങ്ങുന്നത് എത്ര മണിക്ക്? നമ്മൾ ചെയ്യുന്നു, ഇവരുടെ LCM കണ്ടുപിടിക്കുന്നു. 10, 15, 24. ഇവിടെ അപ്രത്യക്ഷനാകേണ്ടി വരുമോ? നോക്കാം. 5 കൊണ്ട് ചെറുതാക്കുന്നു. 2, 3, 24. 2 കൊണ്ട് ചെറുതാക്കുന്നു. 1, 3, 12. 3 കൊണ്ട് ചെറുതാക്കുന്നു. 1, 1, 4. ഓക്കെ, അപ്പോൾ ഞാൻ സൈഡിലേക്ക് ഇരുന്നാൽ മതി. അപ്പോൾ ഇവരുടെ LCM എന്ന് പറയുന്നത് എന്താ? L ഷേപ്പിൽ ഗുണിക്കുന്നത് 5 ഗുണം 2 ഗുണം 3 ഗുണം 4 ചെയ്താൽ ഉത്തരായി. ചെയ്യാം. 5ഉം 2ഉം ചേർത്തു 10 എന്നാക്കി. 3, 4 ഗുണിച്ചാൽ കിട്ടുന്നത് 12. 10 ഗുണം 12 ചെയ്താൽ 120. ഇവരുടെയൊക്കെ യൂണിറ്റ് എന്താണടാ? മിനിറ്റ് ആണ്. ഇതും മിനിറ്റ്. 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അപ്പൊ 120 മിനിറ്റുകൾ എത്ര മണിക്കൂർ എന്ന് കാണാൻ 120-ൽ എത്ര 60 ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. 120-ൽ 2 60കളാണുള്ളത്, അതായത് 2 മണിക്കൂർ. അപ്പൊ ഇത് സെറ്റായല്ലോ. 2 മണിക്കൂർ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇവർ ഒരുമിച്ച് മുഴങ്ങിയത്? രാവിലെ 8 മണിക്കാണ് ഇവർ ഒരുമിച്ച് മുഴങ്ങിയത്. രാവിലെ 8 മണിക്കാണ് ഇവർ ഒരുമിച്ച് മുഴങ്ങിയത്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പ്ലസ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ ഒരുമിച്ച് മുഴങ്ങുക. എത്രയായി? രാവിലെ 10 മണിക്ക് ഇവർ ഒരുമിച്ച് മുഴങ്ങും. രാവിലെ 10 മണിക്ക്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? 2 സംഖ്യകളുടെ ഉസാഗ തന്നിരിക്കുന്നു, അവയുടെ ലസാഗു തന്നിരിക്കുന്നു, ഒരു സംഖ്യ തന്നിരിക്കുന്നു, മറ്റേ സംഖ്യ കണ്ടുപിടിക്കണം. വളരെ വേഗം ചെയ്യാം. 2ാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ഉസാഗ 8, ലസാഗു 48, ഒരു സംഖ്യ 16. ചെയ്യാം. 8ഉം 16ഉം ചെറുതാക്കുന്നു. 16ന്റെ പകുതിയാണ് 8. അപ്പോൾ 16-ൽ 2 8കളുണ്ട്. 48ന്റെ പകുതി എന്ന് പറയുന്നത് 24, അല്ലെങ്കിൽ 48/2 എന്ന് പറഞ്ഞാൽ അത് 24. ഓപ്ഷൻ സിയിൽ കിടക്കുന്നു. അത്ര പെട്ടെന്നല്ലേ ഇപ്പം നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ സ്പീഡാകുന്നത് എങ്ങനെയാ? കുറേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് സ്പീഡാകുക. ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
മക്കളങ്ങനെ എട്ടാമത്തെ ചോദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ചോദ്യമാണ്. ചോദ്യം പറയുന്നത് ഇങ്ങനെ: എയുടെയും ബിയുടെയും ഉസാഗയും ലസാഗുവും യഥാക്രമം എക്സും വൈയും ആണ്. കൂടാതെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ. അങ്ങനെയാണെങ്കിൽ ഇത് x2y2 അല്ല, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇവിടെ ഓപ്ഷൻ നോക്കണേ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഇവിടെ 2a² പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എ സ്ക്വയർ പ്ലസ് 2b സ്ക്വയർ ആണ്. ഇങ്ങനെയാണ് കേട്ടോ ഓപ്ഷൻസ്. കാണുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്കിത് ചെയ്യാം. ഈ ചോദ്യം വളരെ ശ്രദ്ധിച്ച് വേണം ഇരിക്കാൻ. ഞാൻ വളരെ സാവധാനമാണ് പറഞ്ഞു പോകുന്നത്, എല്ലാവർക്കും മനസ്സിലാകണം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണണം. ഓക്കെ, ഇപ്പോൾ രണ്ട് സംഖ്യകൾ ഏതൊക്കെയാണ്? സംഖ്യകൾ എയും ബിയും. അവയുടെ ഉസാഗ തന്നിരിക്കുന്നു. എത്ര? അവയുടെ ഉസാഗ എന്ന് പറയുന്നത് എക്സ്. അവയുടെ ലസാഗു എന്ന് പറയുന്നത് വൈ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? ഇവിടെ രണ്ട് സംഖ്യകൾ തന്നിട്ടുണ്ട്, അവയുടെ LCM-ഉം HCF-ഉം തന്നിട്ടുണ്ട്. നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ എന്ത് കിട്ടും? ഈ സംഖ്യകളുടെ LCM-ഉം HCF-ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം കിട്ടും അല്ലേ? അതായത് എയും ബിയും ഗുണിച്ചാൽ അത് എക്സും ഇവരുടെ HCF-ഉം വൈയും ഇവരുടെ LCM-ഉം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതിന് തുല്യമാണ്. ഇത് ഇവിടെ നിൽക്കട്ടെ. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തില്? എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അത് എക്സ് പ്ലസ് വൈ ആണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അത് എക്സ് പ്ലസ് വൈ ആണ്. ഇതും ഇവിടെ ഇരിക്കട്ടെ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എടാ, അപ്പൊ നമുക്ക് ഈ ഇരിക്കുന്ന എക്സിന്റെ ഭാഗത്ത് ഒരു സ്ക്വയർ വരണം, ഇവിടെ ഇരിക്കുന്ന വൈൻ്റെ ഭാഗത്ത് ഒരു സ്ക്വയർ വന്നാൽ ഏകദേശം നമുക്ക് ഉത്തരങ്ങളിലേക്ക് എത്താൻ കഴിയും എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടി. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ആളെ, ഈ ഒരു ഇക്വേഷനെ സ്ക്വയർ ചെയ്യാൻ പോകണം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഞാൻ സ്ക്വയർ ചെയ്യാൻ പോകണം. ഏത് ഇക്വേഷൻ? എ പ്ലസ് ബി, അതിൻ്റെ സ്ക്വയർ കാണുന്നു. എക്സ് പ്ലസ് വൈ, അതിൻ്റെ സ്ക്വയർ കാണുന്നു. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അത് ഈക്വൽ ആണ് എന്തിനോട്? എക്സ് പ്ലസ് വൈൻ്റെ ഹോൾ സ്ക്വയർ. എന്താണ് അതിൻ്റെ എക്സ്പാൻഷൻ? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, എടാ ഇവിടെ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2ab 2xy. എങ്ങനെ ക്യാൻസൽ ചെയ്യാം? എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാം? സംശയം ഉണ്ടാവും, പറഞ്ഞുതരാം. ഇവിടെ നമ്മളൊരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് XY എന്നതിന് തുല്യമാണ്. ഇപ്പോൾ 4 എന്ന് പറയുന്നത് 4ന് 2 + 2ന് തുല്യമാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 2 × 4 എന്ന് പറയുന്നതും 2 × 2 + 2 എന്ന് പറയുന്നതും തുല്യമായിരിക്കില്ലേ? 2 × 4 എന്ന് പറഞ്ഞാൽ 8. 2 × 2 + 2 എന്ന് പറഞ്ഞാൽ എന്താ? 2 × 4 8 തന്നെ, തുല്യമായിരിക്കില്ലേ? അതായത് എ ബി എന്ന് പറയുന്നത് XY എന്നതിന് തുല്യമാണ്. അപ്പുറത്തെ സൈഡിൽ 2 കൊണ്ട് ഗുണിച്ചാലും ഇപ്പുറത്തെ സൈഡിൽ 2 കൊണ്ട് ഗുണിച്ചാലും എന്താണ്? അത് ഈക്വൽ ആണ്. അപ്പൊ സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെയുള്ള ആളുകൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെ ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ആരേ ഉള്ളൂ ഇവിടെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട് ഈ സൈഡിലെ. അപ്പുറത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വിലയാണ്. അത് നമുക്ക് ഇവിടെ കിട്ടി. എത്ര? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതാണ് നമ്മുടെ ഉത്തരം. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. മക്കളെ, ഈ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, റിപ്പീറ്റ് ചെയ്ത് കാണണം. ഞാൻ അത്ര പതുക്കെ, അത്ര സ്ലോയിലാണ് ഞാൻ പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു.
9ാമത്തെ ചോദ്യം. അരുൺ, വരുൺ ആൻഡ് കിരൺ ഗോസ് ടു സ്കൂൾ. ആരൊക്കെ? അരുൺ, വരുൺ, കിരൺ goes to school by walking. Each of their steps measure 55 centimeter, 60 centimeter, 65 centimeter respectively. If each of them step together, what is the minimum distance each should walk so that they can cover the distance in complete steps? അവിടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? അരുൺ, വരുൺ, കിരൺ എന്ന് പറയുന്ന 3 കുട്ടികൾ അവർ സ്കൂളിലേക്ക് നടന്നാണ് പോകുന്നത്. അവരുടെ കാലടികളുടെ ദൂരം, അവരുടെ ചുവടുകളുടെ ദൂരം തന്നിട്ടുണ്ട്. അരുണിൻ്റെ 55 സെന്റിമീറ്റർ, വരുണിൻ്റെ 60 സെന്റിമീറ്റർ, കിരണിൻ്റെ 65 സെന്റിമീറ്റർ. ഇവർ ഒരുമിച്ചാണ് ചുവടുകൾ വെക്കാൻ തുടങ്ങിയത് എങ്കിൽ ഇവരിനി അടുത്തത് എപ്പോൾ ഒരുമിച്ച് ചുവടുകൾ വെക്കും? ഓക്കെ, എങ്കിൽ നമ്മളിത് ചെയ്യാം. ഓക്കെ, അരുണിൻ്റെ ചുവട് വെപ്പുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 അല്ലല്ലോ, 55 സെന്റിമീറ്റർ. 55 സെന്റിമീറ്റർ. വരുണിൻ്റെയോ? വരുണിൻ്റെ 60 സെന്റിമീറ്റർ, കിരണിൻ്റെ 65 സെന്റിമീറ്റർ. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരുമിച്ച് എന്ന് കണ്ടാൽ നമ്മൾ അവരുടെ LCM എടുക്കണം. 55, 60, 65. ഞാനിവരെ എല്ലാം 5 കൊണ്ട് ചെറുതാക്കുന്നു. ഇവിടെ 11 വന്നു, ഇവിടെ 12 വന്നു, ഇവിടെ 13 വന്നു. ഇനി ചെറുതാക്കാൻ കഴിയില്ല. ഇവരുടെ LCM എന്താണ്? LCM എന്ന് പറയുന്നത് 5 ഗുണം 11 ഗുണം 12 ഗുണം 13 ആണ്. 12ഉം 13ഉം തമ്മിൽ ഗുണിച്ചാൽ നമുക്കറിയാടാ 12ന്റെ സ്ക്വയർ എത്രയാണെന്നറിയാം. അത് 144 ആണ് അല്ലെ? ആ 144 എന്ന് പറയുന്നത് 12 ഗുണം 12 ആണ് എന്ന് വെച്ചാൽ 12നെ 12 പ്രാവശ്യം കൂട്ടിയതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 12നെ 13 പ്രാവശ്യം കൂട്ടുന്നതാണ്. അപ്പോൾ 12 പ്രാവശ്യം കൂട്ടിയതിൻ്റെ ഉത്തരം 144. അപ്പോൾ 13 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 12 കൂടി വരും. 144ന്റെ കൂടെ ഒരു 12 കൂടി കൂട്ടിയാൽ കിട്ടുന്നതല്ലേ 13 പ്രാവശ്യം കൂട്ടിയതിൻ്റെ ഉത്തരം. അപ്പോൾ 144 പ്ലസ് 12 ചെയ്താൽ 156 എന്ന് കിട്ടും. 156. അപ്പോൾ ഈ 156നെ നമുക്ക് 5 കൊണ്ട് ഗുണിക്കാം. ആദ്യം 156നെ 5 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴി എന്താ? ഞാൻ പറഞ്ഞു. ആ 156 എഴുതുക, ഒരു 0. ഇതിന്റെ പകുതി കണ്ടാൽ ഉത്തരായി. 1560ന്റെ പകുതി സ്പ്ലിറ്റ് ചെയ്ത് ചെയ്താൽ മതി. 1000ന്റെ പകുതി 500, 500ന്റെ പകുതി 250. എത്രയായി? 500ഉം 250ഉം 750ആയി. ഇനി 60ന്റെ പകുതി 30. അപ്പൊ 750ഉം 30ഉം നമ്മുടെ ഉത്തരം 780 എന്ന് കിട്ടി. എടാ, ഇനി ഈ 780നെ 11 കൊണ്ട് ഗുണിച്ചാൽ മതി. 11 കൊണ്ട് ഗുണിച്ചാൽ മതി. ഞാൻ 11 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പവഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുള്ളവർക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അവസാനത്തെ ആളെ ഞാൻ അതുപോലെ എഴുതി. 0 + 8 8, 8 + 7 15ൽ 5 ശിഷ്ടം 1. ആദ്യത്തെ ആള് 7, ഈ ശിഷ്ടം കൂടി കൂട്ടിയാൽ 8. നമ്മുടെ ഉത്തരം കിട്ടി. എത്രയാ? 8580. എന്താണ് ഇവരുടെ യൂണിറ്റ്? ഇതെല്ലാം സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്. 8580 സെന്റിമീറ്റർ. നമുക്ക് ഇവരെ മീറ്ററിലേക്ക് മാറ്റണം. മീറ്ററിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണെന്ന് അറിയണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 8580 സെന്റിമീറ്റർ എത്ര മീറ്റർ ആണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ അതിനെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. 100 കൊണ്ട് ഹരിച്ചാൽ എന്തെന്ന് കിട്ടും? എടാ, ഇവിടെ 2 0 നമ്മൾ പഠിച്ചു. ഫ്രാക്ഷൻസിലും ഡെസിമൽസിലും വളരെ കൃത്യമായി പഠിച്ചു ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. ഇത് ചെയ്താൽ 85.80 എന്ന് കിട്ടും. താഴെ 2 0. അപ്പൊ ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആളുകൾ വരണം. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും മീറ്റർ. ഇതിനെങ്ങനെയും കൂടി എഴുതാൻ വേണമെങ്കിൽ 85 മീറ്റർ 80 സെന്റിമീറ്റർ എന്നും എഴുതാം. ഓപ്ഷനിൽ എങ്ങനെയാണോ ഉള്ളത് അത് അങ്ങനെ. യെസ്, ഓപ്ഷനിൽ കിടക്കുന്നത് അതുപോലെ തന്നെ 85 മീറ്റർ 80 സെന്റിമീറ്റർ എന്നുള്ളതാണ് ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 10ാമത്തെ ചോദ്യം ഇങ്ങനെ: 20ന്റെയും 30ന്റെയും ഉസാക തന്നിരിക്കുന്നു 10 എങ്കിൽ അവയുടെ ലസാഗു എത്ര? നമുക്ക് ചെയ്യാലോടാ. അത് 20, 30 എന്ന് പറയുന്നത് 2 സംഖ്യകൾ അല്ലേ? n1 n2 ഇവരെ തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവരുടെ HCFും
LCM തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം കിട്ടും. ഓക്കെ, രണ്ട് സംഖ്യകൾ N1 എന്ന് പറഞ്ഞാൽ 20, N2 എന്ന് പറഞ്ഞാൽ 30. ഇവരുടെ ഉസാഗ തന്നിരിക്കുന്നു 10. കണ്ടുപിടിക്കേണ്ടത് ഇവരുടെ ലസാഗു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? LCM കണ്ടുപിടിക്കാൻ 20 ഗുണം 30 ആ സൈഡിലുണ്ട്. ഞാനിതൊന്ന് തിരിച്ചെഴുതിയെന്നുള്ളൂ കേട്ടോ, കൺഫ്യൂഷൻ പാടില്ല. ബൈ 10 ഗുണനം 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണം 10 ആയി, ബൈ 10 ആയി. ഈ 0 ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി 20 ഗുണം 3 എന്ന് പറഞ്ഞാൽ അത് 60. അപ്പൊ രണ്ടാമത്തെ സംഖ്യ അല്ല, ലസാഗു, അവയുടെ ലസാഗു നമുക്ക് കിട്ടി, അത് 60. ഓപ്ഷൻ എയിൽ കിടക്കുന്നു നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം ഇങ്ങനെ: രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 36, അവയുടെ ഉസാഗ 3 എങ്കിൽ ലസാഗു എത്ര? നോക്കിയേ, ഈ ടൈപ്പ് എത്ര പ്രാവശ്യമാണ് ചോദിച്ചിരിക്കുന്നത്? അപ്പൊ പഠിക്കണം കേട്ടോ, അത്രത്തോളം പ്രാധാന്യത്തോട് കൂടിയിട്ട് ഈ ടൈപ്പ് പഠിക്കണം. രണ്ട് സംഖ്യകളുടെ N1 N2 എന്ന് പറയുന്നതാണ് LCM × HCF. ഇതിൽ എന്ത് തന്നിരിക്കുന്നു? രണ്ട് സംഖ്യകളെ ഗുണിച്ചാൽ എത്ര കിട്ടും എന്ന് തന്നിരിക്കുന്നു, അത് 36 ആണ്. ഇവയുടെ ഉസാഗ തന്നിരിക്കുന്നു, HCF തന്നിരിക്കുന്നു 3. LCM നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്തു? ഗുണനം 3 അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ 36 ഹരണം 3 എന്നായി, അതാണ് LCM. 36 എത്ര 3കളുണ്ട് എന്ന് ചോദിച്ചാൽ 36 എത്ര 3കളുണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 12. 12 ആണ് ഇവരുടെ LCM എന്ന് പറയുന്നത്. ഓക്കെ, LCM എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 12. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെ: 135, 75, 90 എന്നീ 3 സംഖ്യകളെയും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ. അപ്പൊ ഇവിടെ HCF ആണ് കാണേണ്ടത് എന്നറിയാം. പക്ഷെ നേരത്തെ ഒരു ചോദ്യത്തിൽ ഇതിന് സമാനമായിട്ടുള്ള കീവേഡൊക്കെ വന്നപ്പോൾ അവിടെ LCM ആണ് കണ്ടത്. അതിൻ്റെ സാഹചര്യം, കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അവിടുത്തെ ചോദ്യം ഇവിടുത്തെ ചോദ്യം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇവിടെ LCM ആണോ കാണേണ്ടത്, HCF ആണോ കാണേണ്ടത് എന്ന കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ടിപ്പ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് തറപ്പിച്ച് വെക്കണം. എന്താണെന്ന് വെച്ചാൽ മക്കളെ, LCM കാണുമ്പോൾ, 3 സംഖ്യകളുടെ LCM കാണുമ്പോൾ അവയുടെ LCM എന്ന് പറയുന്നത് എപ്പോഴും ഒന്നുകിൽ ആ കൂട്ടത്തിൽ വലുതായിരിക്കും, അല്ലെങ്കിൽ ആ 3 സംഖ്യകളെക്കാൾ വലുതായിരിക്കും. ക്ലിയർ ആയല്ലോ? LCM എന്ന് പറയുന്നത് ആ കാണേണ്ട സംഖ്യകളുടെ കൂട്ടത്തിൽ ആരാണോ വലുത് അയാളായിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സംഖ്യകളെക്കാൾ വലുതായിരിക്കും LCM. ഓക്കെ, HCF എന്ന് പറയുന്നത് എപ്പോഴും ഇവരെക്കാളൊക്കെ ചെറുതായിരിക്കും, തന്നിരിക്കുന്ന സംഖ്യകളെക്കാളൊക്കെ ചെറുതായിരിക്കും. അപ്പൊ നിങ്ങൾ ഓപ്ഷൻസിലേക്ക് നോക്കുക. ഈ 4 ഓപ്ഷനും എന്താണടാ? ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏറ്റവും വലുത് 135 ആണ്. LCM ആണെങ്കിൽ ഒന്നുകിൽ ഈ ഓപ്ഷനിൽ എവിടെയെങ്കിലും 135 ഇരുന്നേനെ, അല്ലെങ്കിൽ ഈ 3 സംഖ്യകളെക്കാൾ വലിയൊരാളെ തന്നേനെ. 135നേക്കാൾ വലിയൊരാളെ ഇവിടെ 4 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് തന്നേനെ. പക്ഷെ ഇവിടെ നോക്കിക്കേ, തന്നിരിക്കുന്ന ഓപ്ഷനുകളൊക്കെ ചെറുതാണ്, ഈ 3 സംഖ്യകളെക്കാൾ ചെറുതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് ചെറുതാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് HCF ആണ്. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെക്ക് ചെയ്യണം. അതിനാണ് ഈ വഴി കൂടി പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നടാ, ഞാൻ ഈ 3 സംഖ്യകളെ എഴുതുന്നു. 135, 75, 90. ഇവരുടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. HCF കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം, എത്ര സംഖ്യകളുടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര സംഖ്യകളുടെ ഉസാഗയാണ് കണ്ടുപിടിക്കുന്നത്. അത്രയും സംഖ്യകളിൽ പൊതുവായി പോകുന്നവരെ കൊണ്ട് മാത്രമേ ഇവരെ ചെറുതാക്കാൻ പാടുള്ളൂ. ഇവരിലെല്ലാം പൊതുവായിട്ട് 3 പോകും. അപ്പൊ ഞാൻ 3 കൊണ്ട് ചെറുതാക്കുന്നു. 13-ൽ 4 3കൾ, അപ്പോൾ 15-ൽ 5 3കൾ, 75-ൽ 25 3കൾ, 90-ൽ 30 3കൾ. ഇനി എനിക്ക് 5 കൊണ്ട് ചെറുതാക്കാം. 5 കൊണ്ട് ചെറുതാക്കിയാൽ 9 5 45, 5 5കൾ 25, 6 5കൾ 30. ഇനി എനിക്ക് 9-നും 6-നും ചെറുതാക്കാൻ പറ്റും 3 കൊണ്ട്, പക്ഷെ 5-ന് ചെറുതാക്കാൻ 3 കൊണ്ട് പറ്റില്ല. അപ്പൊ ഇനി ആരെയും 3 പേരെയും കോമൺ ആയിട്ട് ചെറുതാക്കാൻ പറ്റുന്ന ആരുമില്ല. അപ്പൊ നമ്മൾ ഇവിടെ വെച്ച് നിർത്തണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണടാ, HCF ആയതുകൊണ്ട്
ഇടതുവശത്തുള്ളവരെ മാത്രം ഗുണിച്ചാൽ മതി. നമ്മുടെ ഉത്തരം എന്താ? HCF എന്ന് പറയുന്നത് 3 × 5 15. 15 നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. സെറ്റല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 13ാമത്തെ ചോദ്യം എങ്ങനെയാണടാ? യഥാക്രമം 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡ് ഈ സെക്കൻഡുകളുടെ ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നു. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത്? നമുക്ക് കണ്ടുപിടിക്കാം. തന്നിരിക്കുന്ന ചോദ്യത്തിലെ സെക്കൻഡുകൾ, സംഖ്യകൾ ഒരേ യൂണിറ്റിലാണോ? എല്ലാം സെക്കൻഡിലാണ്. 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യകളുടെ LCM നമുക്ക് ഡയറക്റ്റ് കണ്ടാൽ മതി. 6, 8, 12 നമുക്ക് ചെയ്യാം. ഇവിടെ 2 കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 3, 4, 6. ഞാനിതിനെ 3 കൊണ്ട് ചെറുതാക്കുന്നു. 1, 4, 2. 2 കൊണ്ട് ചെറുതാക്കുന്നു. 1, 2, 1. അപ്പോൾ ഇവരുടെ LCM എന്ന് പറയുന്നത് 2 × 3 × 2 × 2 ചെയ്യാം. 3ന്റെ ഇരട്ടി 6, 6ന്റെ ഇരട്ടി 12, 12ന്റെ ഇരട്ടി 24. പിന്നെ അവരെപ്പോഴാണ് ഒരുമിച്ച് മുഴങ്ങുക? 24 സെക്കൻഡുകൾ. ഓരോ 24 സെക്കൻഡിലുമാണ് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 24 സെക്കൻഡ്. ഓക്കെ, തെറ്റായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിതുപോലത്തെ ചോദ്യങ്ങൾ കുറച്ചായാലും ചെയ്യുന്നു. 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 14ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ 24 പേനകളുണ്ട്, 36 പെൻസിലുകളുണ്ട്, 60 നോട്ട് ബുക്കുകളുണ്ട്. ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ഇവയെ പാക്കറ്റിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി ഇതാണ് നിങ്ങളുടെ കീവേഡ്. പരമാവധി പാക്കറ്റുകൾ എത്ര? പരമാവധി എന്ന് പറഞ്ഞാൽ മാക്സിമം, ഏറ്റവും അധികം, അല്ലെ? വലുത് എന്ന് വെച്ചാൽ ഇവിടെ എന്ത് ചെയ്യണം? LCM ആണ് HCF ആണോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. 24, 36, 60 ഓപ്ഷനിലേക്ക് നോക്കിക്കേ. അതിനേക്കാൾ ചെറിയ സംഖ്യകളല്ലേ കിടക്കുന്നത്. HCF ആണ് കാണേണ്ടത്. നമുക്ക് കാണാം തന്നിരിക്കുന്ന സംഖ്യകൾ. 24 പേന, 36 പെൻസിൽ, 60 നോട്ട് ബുക്കുകൾ. ഓക്കെ, നമ്മൾ ഇവരെ ചെറുതാക്കുന്നു. ഞാനിവിടെ 3 കൊണ്ട് ചെറുതാക്കുന്നു. 3, 8, 24, 12 × 3 36, 20 × 3 60. ഞാനിനി 2 കൊണ്ട് ചെറുതാക്കുന്നു. 2 കൊണ്ട് ചെറുതാക്കിയാൽ 8ന്റെ പകുതി 4, 12ന്റെ പകുതി 6, 20ന്റെ പകുതി 10. എനിക്ക് വീണ്ടും 2 കൊണ്ട് ചെറുതാക്കാം. 4ന്റെ പകുതി 2, 6ന്റെ പകുതി 3, 10ന്റെ പകുതി 5. ഇനി ചെറുതാക്കാൻ കഴിയില്ല. ഞാൻ ഇവരെ പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ കണ്ടുപിടിക്കുന്നത് HCF ആണ്. അപ്പൊ ഇടതുവശത്തിരിക്കുന്നവരെ മാത്രം ഗുണിച്ചാൽ മതി. അപ്പൊ എൻ്റെ HCF എന്ന് പറയുന്നത് 3 × 2 × 2, 3 × 2 6, 6 × 2 12. അപ്പൊ പരമാവധി എത്ര പാക്കറ്റ് എന്ന് ചോദിച്ചാൽ 12 പാക്കറ്റ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. അപ്പൊ നമ്മുടെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അവസാനത്തെ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ചോദ്യമാണ്. ഓക്കെ, ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല. അവസാനത്തെ ചോദ്യം ആയതുകൊണ്ട് അത് ചെയ്യുന്നു. 2 സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ 108, 9. ആ സംഖ്യകളിൽ ഒരെണ്ണം 27 എങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? രണ്ടാമത്തെ സംഖ്യ കണ്ടുപിടിക്കാൻ ഇവയുടെ ലസാഗു, ഉസാഗ 108 × 9. ഇതിനെന്ത് കൊണ്ട് ഹരിക്കും? ഇവയെ എന്തുകൊണ്ട് ഹരിക്കും? ആദ്യത്തെ സംഖ്യയായ 27 കൊണ്ട് ഹരിക്കും. ഓക്കെ, അപ്പോൾ 9ഉം 27ഉം ഞാൻ ചെറുതാക്കുന്നു. 27ൽ എത്ര 9 എന്ന് ചോദിച്ചാൽ 3 9കളാണ് 27. 108നെ ഞാൻ ചെറുതാക്കുന്നു. 10ൽ 3 3കളുണ്ട്. 3 3 9. 18ൽ 6 3കൾ. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 36 ആണ്. ഓപ്ഷൻ ബി ആണ്. മക്കളെ, അപ്പോൾ നമ്മൾ 2021 മുതൽ 2025 വരെയുള്ള LCM HCFന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള 10th ലെവൽ ചോദ്യങ്ങൾ നമ്മൾ ആകെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഈ ടോപ്പിക്കിൽ നിന്ന്
എത്രത്തോളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ നമ്പേഴ്സ് കഴിഞ്ഞു, ഫ്രാക്ഷൻസ് കഴിഞ്ഞു അല്ലേ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും കഴിഞ്ഞു, ഭിന്നസംഖ്യകൾ കഴിഞ്ഞു, ദശാംശ സംഖ്യകൾ അഥവാ ഡെസിമൽ നമ്പേഴ്സ് കഴിഞ്ഞു. ഇപ്പോൾ LCM HCF കഴിഞ്ഞു. 4 ടോപ്പിക്ക് നമ്മൾ PYQ സീരീസിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ ഏത് ടോപ്പിക്കിൽ നിന്നാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത്. ഏത് ടോപ്പിക്കിൽ നിന്നാണ് കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഏറ്റവും കുറവ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ തയ്യാറാക്കാൻ എന്നാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. മക്കളെ, നിങ്ങളുടെയൊക്കെ സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കട്ടെ. കേരള സർക്കാരിൻ്റെ ആ ടാഗ് അണിഞ്ഞ് നിങ്ങൾ എത്രയും പെട്ടെന്ന് സർവീസിൽ കയറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കായിട്ട് PYQ സീരീസിൽ ഉടനെ എത്താം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയും സ്നേഹവുമാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാനുള്ള മുതൽക്കൂട്ട്. അപ്പോൾ നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.